ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭി എല്ലാവരുടെയും മുന്നിൽ വലിയ ഷോ കാണിച്ചതാണ്. പ്രത്യേകിച്ച് ആ പുതിയ പെൺകുട്ടിയുടെ മുന്നിൽ, പവിത്രയ്ക്ക് മുന്നിൽ ആള് കളിച്ചതും പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു ആദർശ്. നാണം കെട്ട് അഭിയെ പോലെ ഇനി അവിടെ അഭിമാനമുള്ളവരാരും അഭിയെ പോലെ അവിടെ നിൽക്കില്ല. അതുപോലത്തെ രീതിയിൽ ആദർശാക്കി കളഞ്ഞു. ഇതേ സമയത്ത് ആ പെൺകുട്ടിയോട് പുതിയ ടാലൻ്റുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറയുവാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇവൻ ഇവിടുത്തെ വെറും സ്റ്റാഫ് മാത്രമാണെന്ന് ആദർശ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദർശിനെ ഒരു നോട്ടം നോക്കിയിട്ട് നിന്നെ ഞാൻ എടുത്തോളാവട എന്നുള്ളൊരു മൈൻഡിൽ പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കുക. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവങ്ങൾ അവിടെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദർശ് നേരെ വീട്ടിലേക്ക് വന്നു. ആദർശ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഇരിപ്പുണ്ട്. നവ്യ ഉണ്ട്, മുത്തശ്ശിയുണ്ട്, എല്ലാവരും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഇവർ വരുന്നത്. വന്നു കഴിഞ്ഞ് ഓഫീസിലെ കാര്യങ്ങളും മറ്റുമൊക്കെ ജലജയാണ് ചോദിച്ചത്. ഇന്ന് ആദർശേ, ഇന്ന് അവൻ അവിടെ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു, നല്ല ഇതായിട്ടൊക്കെ വർക്ക് ചെയ്തോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം അവൻ വർക്ക് ചെയ്ത കാര്യമൊന്നും പറയാതിരിക്കുന്നതാ ഭേദമെന്ന് ആദർശ് പറഞ്ഞു. ഇനിയും അവൻ്റെ ഈ ഒരു ചീത്ത സ്വഭാവം ഒന്നും കണ്ടും കേട്ടും മുന്നോട്ട് പോകാൻ തന്നെ കൊണ്ട് കഴിയില്ലെന്നും ഇത്രയും നാൾ അനിയനാണെന്നുള്ളൊരു പരിഗണന കൊടുത്താണ് അവൻ്റെ സകല വേണ്ടാധീനങ്ങളും കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ച് പോയത്. പക്ഷേ ഇനിയും അത് മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകാൻ തനിക്ക് താല്പര്യമില്ലെന്നുള്ള കാര്യം ആദർശ് പറയുക. അവൻ എന്താ ആദർശേ ചെയ്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ കാരണം ഇന്നൊരു വൻ നഷ്ടം തന്നെ ഉണ്ടായേനെ, കസ്റ്റമർക്ക് അവൻ്റെ ആ ഒരു ഇതുകൊണ്ട് വലിയൊരു നഷ്ടം തന്നെ വന്നേനെ എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞ് ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല, ഇവൻ ഇങ്ങനെ കാണിച്ച കാര്യമൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ ഇങ്ങനെ ആകെ ഇതായിട്ട് ഇരിക്കുക. നവ്യക്ക് എന്താ ആദർശ അഭിയെ ചീത്തയാക്കാൻ വേണ്ടി പറയുന്നതാണെന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിൽ. എന്നിട്ട് അത് പറയുകയും ചെയ്തു. എൻ്റെ അഭിയെ മോശക്കാരനാക്കാൻ വേണ്ടി മനഃപൂർവ്വം കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുകയാണെന്നും പറഞ്ഞാണ് ആ ശാത്തി പറയുന്നത്. അങ്ങനെ ആ ഒരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് അവനെ ഞാൻ ശരിക്കും അവിടെ ഇട്ട് ശകാരിച്ചു എന്നുള്ള കാര്യം പറയുക. അപ്പം മുത്തശ്ശനും കൂടെ പറഞ്ഞു, ഇവനെ കൊണ്ട് ഇനി എന്താ ഒരു പ്രയോജനവും ഇല്ലല്ലോ, ഇവൻ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും എന്നൊക്കെ മുത്തശ്ശൻ അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവനെ ഞാൻ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഇനി അവൻ്റെ എല്ലാ കാര്യങ്ങളും നീ വളരെ ശ്രദ്ധാപൂർവം നോക്കണം. അവൻ എന്ത് ചെയ്താലും അവൻ ചെയ്യുന്ന കാര്യങ്ങൾ റീതിങ്ക് ചെയ്തതിന് ശേഷം മാത്രമേ അത് പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം മുത്തശ്ശൻ ഇങ്ങനെ പറയാം. എന്നിട്ട് നവ്യ ഇങ്ങനെ മോന്തയും വീർപ്പിച്ചിരിക്കുമ്പോൾ നവ്യയോട് അവിടെ നിന്ന് മുത്തശ്ശൻ പറഞ്ഞു, മോളെ ദേ ഇവളെ ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞു, അതായത് ജലജയെ ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവനെ നന്നാക്കി എടുക്കാൻ എനിക്ക് ആകെ ഒരാളിൽ പ്രതീക്ഷയുള്ളത് അത് നിന്നില്ല. നീ വേണം അവനെ നല്ലൊരുവനാക്കി മാറ്റിയെടുക്കാനായിട്ട്. അവൻ്റെ ഈ സ്വഭാവങ്ങളെല്ലാം മാറ്റി അവനെ നല്ലൊരു ചെറുപ്പക്കാരനാക്കി നീ തന്നെ മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞു. സ്വന്തം മക്കളെ നേർവഴിക്ക് നയിക്കാനോ അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കാനോ ഒരു കഴിവും ഇല്ലാത്തവളാ അവൻ്റെ അമ്മ ഈ നിൽക്കുന്നവൾ. അതുകൊണ്ട് ഇവളിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്നും പറഞ്ഞു. അപ്പോഴേക്കും നവ്യ കിട്ടിയ അവസരമല്ലേ, മുത്തശ്ശൻ വിഷമിക്കൊന്നും വേണ്ട, അഭിക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഞാനായിട്ട് മാറ്റിയെടുത്തോളാം, അഭിയെ ഞാൻ മുത്തശ്ശൻ്റെ നല്ലൊരു കൊച്ചുമോനാക്കി തരുമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനെ കയ്യിലെടുക്കുന്നു. ഈ സമയത്ത് ഇതൊക്കെ കണ്ട നയനെ ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുവാണേ. ദൈവമേ, അവളുടെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാണ്. അതിൻ്റെ ഇടയിൽ ഇവളിനി എങ്ങനെ അഭിയെ നല്ലവനാക്കി മുത്തശ്ശൻ്റെ മുന്നിൽ നിർത്തി കൊടുക്കും എന്നുള്ളൊരിത്. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് ഇങ്ങനെ ഇവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും ജലജ കയറി പറഞ്ഞു, അതിന് അവിടെ വെച്ച് തന്നെ ആവശ്യത്തിലധികം ശകാരം നീ അവന് കൊടുത്തില്ലേ, പിന്നെ നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ അവന് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആദർശേ, കൊടുക്കാനുള്ളത് നീ അവിടെ വെച്ച് തന്നെ കൊടുത്തു, ഇനി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലെന്ന്. അങ്ങനെ എനിക്ക് അവനെ ആരുടെയും മുന്നിലും മനഃപൂർവ്വം മോശക്കാരനാക്കി കാണിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. അപ്പച്ചിയുടെ മകനാണ് ഈ പരിപാടിയൊക്കെ ഒപ്പിക്കുന്നതും ഇങ്ങനെയൊക്കെ കാണിക്കുന്നതും. അതിനിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മുടെ ആദർശ് പറഞ്ഞു. അതും കഴിഞ്ഞ് ആദർശ് ഇങ്ങ് പോന്നപ്പോഴത്തേക്കും നയന ആദർശിൻ്റെ കൂടെ അങ്ങ് കയറി പോവുക. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ അപ്പോൾ എല്ലാവരും ഇത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു, ഇവർ തമ്മിലുള്ള ഈ സംസാരവും കാര്യങ്ങളൊക്കെ. അങ്ങനെ ആദർശും നയനയും കൂടെ അകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ബാഗ് നയനയുടെ കയ്യിലേക്ക് ആദർശ് കൊടുത്തു. ഇവർ വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ കയറി പോകുന്നത് കണ്ടപ്പോഴത്തേക്കും ദേവയാനിയുടെ ചെങ്കിൽ ഒരു തീ അങ്ങ് കൊളുത്തി. തമ്പുരാനെ, എൻ്റെ മകൻ അവൾക്ക് അടിമപ്പെട്ടോ എന്ന്. അപ്പോഴേക്കും ഇനിയിപ്പോൾ അത് മുന്നോട്ട് പോയി ശരിയാവില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മകനെയും മരുമകളെയും തമ്മിൽ തള്ളിക്കാനും അതുപോലെ മരുമകളെ സ്നേഹിക്കാതിരിക്കാനും മകനോട് ഉപദേശിക്കാനൊക്കെ ആയിട്ട് ദേവയാനി അങ്ങ് തീരുമാനിച്ചു. അവിടെ ആ ഒരു രീതിയിൽ ദേവയാനി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ തനിച്ചിരുന്ന് സംസാരിക്കുകയാണ് ആദർശിനെ പറ്റിയും അഭിയെ പറ്റിയും. ആദർശ് എന്ന് പറയുന്ന ആൾക്ക് മറ്റാരേക്കാളും നല്ല കഴിവും തൻ്റെ ഇടവും പ്രാപ്തിയും ഒക്കെയുണ്ട്. അതുകൊണ്ടാണ് അവനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏൽപ്പിച്ചത്. അവനൊരു കാര്യം ചെയ്താൽ അല്ലെങ്കിൽ അവനൊരു തീരുമാനം പറഞ്ഞാൽ
അതിനപ്പുറം എനിക്ക് പോലും ഒരു സൊല്യൂഷൻ പറയാനായിട്ടില്ല. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കും അവൻ്റെ ഏത് കാര്യത്തിനും ഉള്ളൊരു തീരുമാനം, അവൻ എടുക്കുന്ന തീരുമാനം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ ആദർശിനെ കുറിച്ച് പറയും. അപ്പോൾ ഇത് ജലജ മാറി നിന്ന് കേട്ടു. ജലജ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജലജയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം, കലിപ്പ് കയറി ജലജ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എല്ലാവരുടെയും വായിലിരിക്കുന്നത് മുഴുവൻ കേട്ടിട്ട് അഭിങ്ങ് വരുന്നത്. അഭിങ്ങ് വന്നു ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നിൽക്കടാ അവിടെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ മോനെ പിടിച്ച് നിർത്തി. എന്തുവാടാ നീ അവിടെ ചെന്ന് കാണിച്ച് കൂട്ടിയത്? അപ്പോഴേക്കും ടെൻഷനായി, ദൈവമേ ഇനി പവിത്രയുടെ കാര്യം എങ്ങാനും അയാൾ ഇവിടെ ഒന്ന് പറഞ്ഞു കാണുമോ, എന്നാൽ തീർന്നു, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പം നീ ഇത്രയും നാളായിട്ടും ഇതൊന്നും പഠിച്ചില്ലേടാ എന്നൊക്കെ അമ്മ ചോദിക്കുക. എടാ ഇപ്പോഴും കണ്ടോ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വലം കൈയായി ആദർശ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം? നിന്നോട് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു ആദർശിനെയും മുത്തശ്ശനും മുത്തശ്ശിയും വെറുക്കണം, അവരുടെ പെർഫെക്റ്റ് കൊച്ചുമകനായി നീ മാറണം. അങ്ങനെ കമ്പനിയുടെ MD സ്ഥാനം നിനക്ക് തന്നെ അവർ തരണം. ഒന്നുമല്ലാതെ ആദർശിനെ ഇവിടെ നിന്ന് പടി അടച്ച് പിണ്ടം വെക്കണം. നിന്നോട് ഇക്കാര്യമൊക്കെ ഞാൻ എത്രയോ തവണ പറഞ്ഞതാടാ, നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയതെന്നൊക്കെ ചോദിച്ച് അമ്മ മകനെ ഉപദേശിക്കുക. അമ്മയ്ക്ക് അതൊക്കെ ഇവിടെ ഇരുന്നങ്ങ് പറയാം, അതൊന്നും അത്ര എളുപ്പമായ കാര്യമല്ല. ആദർശ് എന്ന് പറയുന്നവനെ കുറിച്ച് അമ്മയ്ക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അതേടാ ആദർശിനെ പറ്റി എനിക്കൊന്നും അറിയില്ല, പക്ഷെ നിന്നെക്കുറിച്ച് എനിക്ക് അത്രയും കൂടി അറിയില്ല എന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ പറയുക. നിൻ്റെ ജീവിതം സേഫ് ആക്കേണ്ടത് നീയാണെന്നും നിൻ്റെ ജീവിതത്തിൽ ഉയർച്ചകൾ കൊണ്ടുവരേണ്ടത് നീയാണെന്നും പറഞ്ഞ് അമ്മ മകനെ ഉപദേശിക്കുന്നു. അങ്ങനെ അമ്മയും മോനും കൂടി ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ നിൽക്കുക. അപ്പം മകൻ അമ്മയോട് പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, എത്ര വില കൊടുത്തിട്ടാണെങ്കിലും അയാളെ ഞാൻ മുത്തശ്ശൻ്റെ ശത്രുവാക്കിയിരിക്കും. അതുപോലെ ഈ ജ്വല്ലറിയുടെ MD സ്ഥാനത്ത് നിന്നും അവനെ ഞാൻ പുറത്താക്കിയിരിക്കും. അതിന് യാതൊരു മാറ്റവും ഇല്ല, യാതൊരു സംശയവും ഇല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ ആകെ വെപ്രാളം കയറി ടെൻഷൻ കയറി ഇരിക്കുക. അപ്പോഴാണ് ആദർശ് അതിലെ വരുന്നത്. അപ്പോൾ ആദർശിനെ പിടിച്ച് നിർത്തി. എന്നിട്ട് എന്താ നിൻ്റെ ഉദ്ദേശമെന്ന് ചോദിച്ചു. ഉദ്ദേശമോ? എന്തുദ്ദേശം? അമ്മ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പം ഞാൻ ചോദിച്ചത് നയനയുടെ കാര്യത്തിൽ എന്താണ് നിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ്. നയനയുടെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഉദ്ദേശങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം നീ ഏത് നേരം നോക്കിയാലും അവൾക്ക് സപ്പോർട്ടായിട്ടും അവളോടൊപ്പമാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. എന്താടാ നിനക്ക് അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നു പോകാൻ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? അവൾ ചെയ്തതൊക്കെ നീ മറന്നുപോയി അവൾ സ്നേഹിച്ചു തുടങ്ങിയോ എന്ന് ചോദിച്ചപ്പോൾ അമ്മേ അത് അവൾ ചെയ്തതും ഇങ്ങോട്ട് വരാൻ അവൾ കാണിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല. അങ്ങനെ ഞാൻ മറന്ന് പ്രവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അതെന്നും ഓർമ്മയിലുണ്ടാക്കണം. അതെല്ലാം മറന്നുപോയി നീ അവളെ സ്നേഹിച്ച് തുടങ്ങിയാൽ പിന്നീട് അങ്ങോട്ട് നിൻ്റെ ജീവിതം അവളുടെ സാരിത്തുമ്പിലാകും. അത് നീ മറന്നു പോകരുതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. പക്ഷേ അമ്മ അത് പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, അമ്മ വിചാരിക്കുന്നത് പോലെ ഒരു പെണ്ണൊന്നും അല്ല നയനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ പ്രശ്നക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നയനയോട് കുറച്ച് സൗമ്യമായി ഇടപെടുന്നത്. നവ്യയെങ്ങാനുമായിരുന്നു ഞാൻ വിവാഹം കഴിച്ചിരുന്നതെങ്കിൽ എൻ്റെ ജീവിതം എന്താകുമായിരുന്നു എന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് നമ്മുടെ ആദർശ് പറയുവാണേ. അങ്ങനെ അവർ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ നിൽക്കുന്നു. എന്താണെങ്കിലും അമ്മയും മകനും തമ്മിലുള്ള സംസാരത്തിൽ മകനെയും മരുമകളെയും തമ്മിൽ തല്ലിക്കാൻ വന്ന അമ്മയ്ക്ക് നല്ല മറുപടി തന്നെയാണ് മകൻ കൊടുത്തത്. അപ്പോൾ തന്നെ ദേവയാനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി ആദർശിന് ഇപ്പോൾ കുറേയൊക്കെ നയനയെ ഇഷ്ടമായി തുടങ്ങി എന്നുള്ളത്. അങ്ങനെ ആ ഒരു ചിന്തയുമായിട്ട് അവിടെ നിന്ന് ദേവയാനി അങ്ങ് പോയി. ദേവയാനി പോയി കഴിഞ്ഞപ്പം നയനയെക്കുറിച്ചുള്ള ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ആദർശ് അവിടെ അങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നയനെ അങ്ങോട്ടേക്ക് വന്നു. എന്താ ആദർശേട്ടാ അമ്മ എന്താ പറഞ്ഞതെന്ന് ചോദിച്ച്. ഞാനും എൻ്റെ അമ്മയും തമ്മിൽ പല കാര്യങ്ങളും സംസാരിക്കും, അതിലൊക്കെ തലയിടാനും അതെന്താണെന്ന് ചോദിക്കാനും വരാൻ നിനക്ക് യാതൊരു അർഹതയില്ല, ഒരവകാശവും ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് അർഹതയും അവകാശമൊന്നും ഇല്ലെന്ന് നന്നായിട്ട് തന്നെ അറിയാം. എന്തായാലും അമ്മയും ആദർശേട്ടനും കൂടെ സംസാരിച്ചത് എന്നെക്കുറിച്ച് തന്നെ ആകുമെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, മറ്റൊന്നും കൊണ്ടല്ലെന്നും പറഞ്ഞു. നിന്നെക്കുറിച്ചാണെന്ന് അറിയാമല്ലോ, അപ്പോൾ എന്തായിരിക്കും സംസാരിച്ചിരിക്കുന്നതെന്ന് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നീ പോകാൻ നോക്കാൻ പറഞ്ഞ് ആദർശ നയനയെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ഇഷ്ടക്കേട് ഉണ്ട് എന്ന് അമ്മയ്ക്ക് മുന്നിൽ കുറച്ചൊക്കെ കാണിക്കണമല്ലോ ആദർശിന്. അതിനുവേണ്ടി ആദർശ് അങ്ങനെ കാണിച്ചു. അതപ്പോൾ മാറി നിന്ന് ദേവയാനി കാണുകയും ചെയ്തു. അപ്പോൾ കുറച്ച് ആശ്വാസം. അങ്ങനെ ആ ഒരു ഗംഭീരമായ നാടകമൊക്കെ ആയിട്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് നവ്യയും അഭിയും കൂടെ മുറിയിൽ ചെന്നിരുന്ന് അഭിയും നവ്യയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് ജ്വല്ലറിയിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി പറയാം. നീ കൂടുതൽ എന്നോട് സംസാരിക്കേണ്ട, നീ ഒറ്റ ഒരുത്തിയാണ് ഇതിനൊക്കെ കാരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ നവ്യയെ കുറ്റപ്പെടുത്തുന്നു. ഞാനെന്ത് ചെയ്തെന്നാ? നിൻ്റെ കഴിവുകേട് കൊണ്ട് നീ ഓരോന്ന് കാണിച്ചു വെക്കുന്നതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിച്ചു നവ്യ അഭിയോട് ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യ അഭിയോട് പറയുകയാണ്, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ആദർശേട്ടനെ തറ പറ്റിക്കണം, എന്നിട്ട് നീ തന്നെ
അവിടെ MD സ്ഥാനത്ത് കയറണം, അതിന് എന്നാൽ കഴിയുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു തരും തുടങ്ങിയ രീതിയിലൊക്കെ ഇവർ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇന്നത്തെ വിഷയം. എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.